തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിന്ന് പുലർച്ചെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. 65-ലധികം ആനകൾ ആനയൂട്ടലിൽ പങ്കെടുക്കും. 70,000-ലധികം ആളുകളെയാണ് ആനയൂട്ട് ചടങ്ങിലേക്ക് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സാനു കെ സജീവ് ചേരുന്നു. സാനു, വളരെ പ്രശസ്തമായ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് ഇന്നാണല്ലോ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. എന്തെല്ലാം വിശേഷാൽ ചടങ്ങുകളാണ് ഇന്നവിടെ നടക്കുന്നത്? തീർച്ചയായിട്ടും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഓരോ ആനകളായിട്ട് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അവസാനം കണ്ടത് തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി എന്ന ആന ഈ ആനയൂട്ടിനായിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് ഈ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള ആനകളെല്ലാം രാവിലെ ക്ഷേത്രത്തിലെത്തി അതിനുശേഷം അവർ അണിഞ്ഞൊരുങ്ങി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഈ ക്ഷേത്രത്തിന് പരിസരമാകെ ഈ ഭക്തരെ കൊണ്ട് അല്ലെങ്കിൽ ഈ ആനപ്രേമികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഓരോ ആനകളായിട്ട് ഈ ആനയൂട്ടിനായിട്ട് വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ അതായത് നമ്മൾ സാധാരണ നിലയിൽ കാണുന്നത് ഈ പൂരസമയത്ത് ആടയാഭരണങ്ങളും വെജ്ജാമരവും അതേപോലെ തന്നെ നെറ്റിപ്പട്ടവും ഇട്ട ഗരിവീരന്മാർ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് വരുന്ന കാഴ്ചയാണെങ്കിൽ ഈ ആനയൂട്ടിന് വരുന്നത് അവർ ആടയാഭരണങ്ങളോ ഒന്നും അണിയാതെ സാധാരണ നിലയിൽ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ 68 ആനകൾ ഇക്കുറി ആനയൂട്ടിൽ പങ്കെടുക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ഒരുക്കി കഴിഞ്ഞു. അതായത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് ഈ ആനയൂട്ടിന്റെ ചടങ്ങുകൾക്ക് വടക്കുംനാഥ ക്ഷേത്രത്തിൽ തുടക്കമായിട്ടുള്ളത്. അത് തന്നെ പന്തീരായിട്ട്, അതായത് 12,008 നാളികേരം കൊണ്ടുള്ള മഹാഗണപതി ഹോമമാണ് ഇതിന് മുന്നോടിയായിട്ട് ഇവിടെ നടന്നിട്ടുള്ളത്. പുലർച്ചെ 4:30-ക്ക് ശേഷം ഈ ക്ഷേത്രം മേൽശാന്തിയുടെ നേതൃത്വത്തിൽ ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനിയുള്ളത് ചടങ്ങുകൾ ആനയൂട്ടിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളാണ്. അത് ക്ഷേത്രത്തിനുള്ളിൽ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ആദ്യത്തെ ഉരുള, അതായത് 9 മണിയോടുകൂടി ആദ്യത്തെ ഉരുള നൽകുന്നത് ക്ഷേത്രം മേൽശാന്തിയാണ്. അതിനുശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും. അതിനുശേഷം ആണ് ഈ ഓരോ ആനകൾക്കും ഈ ഉരുളകൾ, അതായത് കർക്കിടക മാസത്തിലെ സുഖചികിത്സയുടെ ഭാഗമായിട്ടുള്ള ഈ ആയിട്ടാണ് ഇത്തരത്തിൽ ആനയൂട്ട് സംഘടിപ്പിക്കുന്നത് നടത്താറുള്ളത്. കഴിഞ്ഞ 45 വർഷമായിട്ട് 1985 മുതൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തുടർച്ചയായിട്ട് നടത്തി വരുന്ന ഒരു ചടങ്ങാണ് ഈ ആനയൂട്ട്. അതിപ്പോഴും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചടങ്ങാണ്. നിലവിൽ ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പഴവർഗ്ഗങ്ങളും അതേപോലെ തന്നെ 200 തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടാണ് ഇന്ന് പുലർച്ചെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. 65-ലധികം ആനകൾ ആനയൂട്ടലിൽ പങ്കെടുക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 70,000-ലധികം ആളുകളെയാണ് ആനയൂട്ട് ചടങ്ങിലേക്ക് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവാണ് നമുക്ക് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.